കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട എല്ലാ ദൈവദാസന്മാരെയും ഹൃദയംഗമായിട്ട് ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ട സഭയിൽ വരുവാനായിട്ട് ദൈവം ഇടയാക്കി തോർത്ത് സ്തോത്രം ചെയ്യുന്ന പ്രിയ സുനിലച്ചാന് ചേച്ചി എൻ്റെ അമ്മാച്ചനും അമ്മായിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിൽ മറ്റെല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുന്നു. പല പ്രാവശ്യം ഇങ്ങനെ വരണമെന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും ഇന്നിങ്ങനെ ഒരു അവസരം കർത്താവ് തന്നതിനായി സ്തോത്രം. ഇടയ്ക്ക് സൂമിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്, അതെല്ലാം ഓർക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ഇങ്ങനെ കർത്താവിൻ്റെ സന്ധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. നമ്മൾ ഇപ്പോൾ ലാസ്റ്റിൽ പാടി നിർത്തിയ ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്ത പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വളരെ മനോഹരമായൊരു വാക്യം വേദപുസ്തകത്തിലുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയണമത്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. എല്ലാവരും ആ വാക്യം എന്ന് പറഞ്ഞ് സദൃശവാക്യത്തിലൊരു വാക്യമാണ്, 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഇവിടെ പറഞ്ഞ് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. പാടിയ പാട്ടതാണ്, എൽശദ്ദായി എന്നുള്ളൊരു വാക്കാണ്. ദൈവത്തിന്റെ നാമങ്ങൾ നമുക്ക് ഓടിച്ചെല്ലാനുള്ള അഭയകേന്ദ്രമാണ്. ദൈവം എന്താണോ അതാണ് ദൈവത്തിന്റെ നാമങ്ങൾ. ദൈവം എന്താണോ അതാണ് ദൈവത്തിന്റെ നാമം. ദൈവത്തിനെ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട നാമങ്ങളിലൂടെ അവിടുന്ന് നമുക്ക് എന്താകണോ അതാകുകയാണ്. ദൈവം എലോഹിം എന്നൊരു വാക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തെ കാണുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് എലോഹിം എന്നൊരു വാക്കാണ്, ഒരു ബഹുവചനമാണ്. ആ വാക്കുകളിൽ പിന്നെ നമുക്ക് പല വാക്കുകൾ കാണുന്നുണ്ട്, പല നാമങ്ങൾ. പേരിന് ഭയങ്കര അർത്ഥമാണ്. പേരെന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ടാണ് പറയുക, വെറുതെ പേരിടരുത്. മക്കൾക്കൊക്കെ പേരിടുമ്പോൾ പ്രാർത്ഥിച്ചൊക്കെ വേണം ഇടാൻ. ആദ്യം അവർക്കൊരു കുഞ്ഞുണ്ടായി, അവരാ കുഞ്ഞിന് അനീഷ് എന്ന് പേരിട്ടു. രണ്ടാമതൊരു പെണ്ണിന് വേണ്ടി ആഗ്രഹിച്ചു, പക്ഷെ ഒരാണുണ്ടായി, അവരതിന് സുനീഷ് എന്ന് പേരിട്ടു. മൂന്നാമത് വീണ്ടും ഒരു പെൺകുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ചു, പക്ഷെ ലഭിച്ചതൊരു ആൺകുച്ച. അവരാ കൊച്ചിന് പേരിട്ടു, തീർന്നു, നിർത്തി, ഫിനിഷ് എന്ന് പേരിട്ടു. അനീഷ്, സുനീഷ്, ഫിനിഷ്, ഇങ്ങനെയാണോ പേരിടണ്ടേ? അല്ല, പേരിന് ഭയങ്കര അർത്ഥമാണ്. അതുകൊണ്ട് എപ്പോഴും പേരിടുമ്പം ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ വേണം പേരിടാൻ. അച്ഛൻ്റെ ആദ്യാക്ഷരവും അമ്മയുടെ ആദ്യാക്ഷരവും കൂടെ കൂട്ടിയൊന്നും പേരിടരുത്. വെറുതെ യൂട്യൂബിൽ കയറി പേരിടരുത്. കർത്താവോട് ചോദിക്കണം. അപ്പം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. പറഞ്ഞ് നിർത്തിയ വാക്യം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായമാണ് ദേവദാസൻ പറഞ്ഞത്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. അവനോട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. എൽശദ്ദായി, സർവശക്തനായ ദൈവം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നുണ്ട്. അബ്രഹാം വരുന്നു, അപ്പം തേരഹുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ വന്നിട്ട് ഹാരാനി വന്ന് പാർക്കുന്നു. അവിടെ വെച്ച് തേരഹ് മരിക്കുന്നു. ഉൽപ്പത്തി 11-ന്റെ അവസാനം. ഉൽപ്പത്തി പുസ്തകം 12-1 അബ്രഹാമിനോട് അരുളി ചെയ്തു, നീ പുറപ്പെടാൻ പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പായിരിക്കും ദേശത്തേക്ക് നീ പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി 75 വയസ്സ്. 4-ാം വാക്യം, ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സ്. അങ്ങനെ അബ്രഹാം പുറപ്പെടുകയാണ്. പുറപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഇതെല്ലാം പറഞ്ഞു. കാര്യമായതൊന്നും സംഭവിച്ചില്ല. മുമ്പോട്ട് പോകുമ്പോൾ 13-ാം അധ്യായത്തിൽ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുകയാണ്. ലോത്ത് തന്നെ പിരിയുന്നു, സ്വത്തെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അബ്രഹാം ഒരു സ്റ്റാൻഡ് എടുത്തു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. നമ്മൾ തമ്മിൽ എന്തുണ്ടാകണ്ട, വഴക്കൊന്നും ഉണ്ടാകണ്ട. അത് വളരെ ഗൗരവമുള്ളൊരു വാക്കാണ്. 13-ാം അധ്യായം. 13-ാം അധ്യായത്തിൽ അബ്രഹാം ബഹും സമ്പന്നൻ, അവർക്കൊന്നിച്ച് പാർക്കാൻ ഒത്തില്ല.
അതും ഓർക്കേണ്ട ഒരു കാര്യമാണ്. 6-ാം വാക്യം, അബ്രഹാമിനോട് വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. 13:5, 13:6, ഉൽപ്പത്തി 13:6. അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാൻ. അടുത്ത വാക്ക്, സമ്പത്ത് വളരെ ഉണ്ടാഞ്ഞത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. ഈ മനുഷ്യന്റെ ഒരു പ്രശ്നമാണ്. ഈ മനുഷ്യരുടെയൊക്കെ സത്യത്തിൽ ഒന്നിച്ചു പോകാനുള്ള തടസ്സം പലപ്പോഴും എന്താണ്? സമ്പത്ത്. സത്യകാര്യ സമ്പത്തുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒക്കെ പാടായി, ഒന്നിച്ചു പോകാൻ പാടായി. തെറ്റിദ്ധരിക്കരുതേ, ചർച്ച് ഫണ്ടിൽ ഒത്തിരി കാശില്ലാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാശൊന്നും ഇല്ലെങ്കിൽ മുട്ടയെന്ന് പ്രാർത്ഥിക്കും, കാശുണ്ടെങ്കിൽ എന്തോ ചെയ്യണമെന്ന് ആലോചിക്കും. അപ്പോൾ കാശ് ഒന്നും പ്രശ്നമാണ്. ഇപ്പം എനിക്ക് ഈ ഡിവോഴ്സ് പറയുന്നത് ഇഷ്ടമില്ല. അത് നല്ലൊരു വാക്കല്ല. സത്യത്തിൽ ജീവിക്കുന്ന കാര്യം വേണം പറയാൻ. ഇവിടെ ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റ വട്ടത്തിൽ 50 വർഷം ജീവിച്ചവരോടുണ്ടോ കുടുംബജീവിതം? ഇല്ല. 40 വർഷം ജീവിച്ചവരുണ്ടോ? ഇല്ല. എന്നാലും 35 കാണുമോ? 35 ഇല്ല. ഉണ്ടോ? ഇല്ല. 30 ആ കൈവക്ക്. 30 വർഷം ജീവിച്ചവരാ. പിള്ളേരെല്ലാം കണ്ടോണേ. 30 വർഷം ജീവിച്ചു. ചെറിയ കാര്യമല്ല. 30 വർഷം. 25 വർഷം ജീവിച്ചവർ ഒന്ന് കൈവക്കാം. ഉണ്ട്. എൻ്റെ അച്ഛനൊക്കെ അമ്മച്ചനൊക്കെ 25 വർഷമായി. നിങ്ങളുടെ അമ്മായിയുടെ കൂടെ. അമ്മായി പാവ കേട്ടോ, നല്ല സ്ത്രീയാ. അമ്മാച്ചനെ കേട്ടുന്ന. എന്നാലും 25 വർഷം ജീവിച്ചില്ലേ? 2 പിള്ളേരെ ആയില്ലേ? നിങ്ങളുടെ അമ്മായി നല്ല അമ്മായിയാ കേട്ടോ, പാവാ. എന്നാലും 25 വർഷം ജീവിച്ചില്ലേ? 1/4 നൂറ്റാണ്ട്. 20 വർഷം ജീവിച്ചിരുന്ന് കൈവക്കി. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. 15 വർഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. 10 വർഷം ചെറുപ്പക്കാരൻ. എടാ കുട്ടാ, ഞെട്ടിച്ച് കളഞ്ഞല്ലോ എടാ നീ. അവന് 10 വയസ്സായെന്നാണ്. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ. എന്നാലും ഒരു കാര്യം സത്യം, 10 വയസ്സായിരിക്കും. അവൻ്റെ അപ്പനും അമ്മയും അപ്പം 10 വർഷം ജീവിച്ചത് കൊണ്ടാണ്. അതാണ് അവൻ പറഞ്ഞത്. ഏതായാലും ഒന്നിച്ച് ജീവിച്ചില്ലേ? ഓക്കെ. അപ്പം കർത്താവിൻ്റെ കൃപയിൽ ഇത്രയൊക്കെ ജീവിക്കാൻ ദൈവം സഹായിച്ചത് ചെറിയ കാര്യമാണോ? അല്ല. പക്ഷെ ഇന്ന് എന്നെ തെറ്റിദ്ധരിക്കല്ലേ, സത്യസന്ധമായിട്ടൊരു കാര്യം പറയും. പലപ്പോഴും ഞാനത് പറയാൻ നിന്നല്ല, ഡിവോഴ്സുകൾ ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്താ? മെയിൻ കാരണം സമ്പത്ത്. പണ്ട് നമ്മുടെ അച്ചായൻ, പപ്പ, ഡാഡി ജോലിയായിരുന്നു. ഒരു മെജോറിറ്റിയുടെയും അമ്മയായിരുന്നു. ആര്? അമ്മ ബ്രെഡ് വിന്നറായിരുന്നോ ഹൗസ് വൈഫായിരുന്നോ? ഹൗസ് വൈഫ്. വാട്ട് ഈസ് യുവർ മദർ എന്ന് ചോദിക്കുമ്പോൾ മൈ മദർ ഈസ് എ ഹൗസ് വൈഫ് എന്ന് എഴുതിയിട്ടുള്ളവരുണ്ടേ ഒന്ന് കൈവക്കാവും. മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്. വല്ല കുഴപ്പമുണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഗമ അടിക്കും, നിനക്ക് എൻ്റെ കുറവാടി, ഞാൻ നിനക്ക് ചിലവിന് തരുന്നല്ലേ. അപ്പം പുള്ളി പോകത്തേക്ക് മുറുമുറുക്കും, ചിലവിന് മാത്രം തന്നാ വയ്യല്ലോ എന്നൊക്കെ ചോദിച്ചാൽ പോലും വലിയ പ്രശ്നമൊന്നുമില്ലാതൊക്കെ പോയില്ലേ. പ്രശ്നങ്ങൾ തുടങ്ങിയത് എപ്പോഴാണ്? 2 പേരും എന്ത് ചെയ്യാൻ തുടങ്ങി? ഏൺ ചെയ്യാൻ തുടങ്ങി. 2 പേരും ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രശ്നം തുടങ്ങി. ഞാൻ ഒത്തിരി പഠിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് എവിടെങ്കിലും അറിവുണ്ടേ പറയണം. അച്ഛൻ 8ാം ക്ലാസ്, ചേച്ചിക്ക് 7ാം ക്ലാസ്. 2 പേരും തോറ്റു കൂലിപ്പണി ചെയ്യുക. ഡിവോഴ്സായ കഥ എവിടെയെങ്കിലും കേട്ടോ മക്കളെ? അവർ ഡിവോഴ്സ് ആകാൻ വേണ്ടി ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടായി. അപ്പോൾ വക്കീലെടുത്ത് എന്നും പറഞ്ഞു, ഫസ്റ്റ് ഗഡു 25,000 രൂപ. അവളങ്ങ് വിളങ്ങി വീട്ടിൽ പോയി. 25,000 രൂപ ഇവിടുന്ന് കിട്ടാറ്. അവള് വിളങ്ങി വീട്ടിൽ ചെന്നപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ചാൾ നിന്നപ്പോൾ അവിടെ ആങ്ങളുടെ ഭാര്യയുമായിട്ട് നാത്തൂനുമായിട്ട് വഴക്കുണ്ടായപ്പോൾ അവൾ പറഞ്ഞു, നിന്ന വെള്ളത്തെക്കാട്ടി നല്ലത് എൻ്റെ കെട്ടിയോൻ്റെ കഞ്ഞിവെള്ളം അടി, ഞാൻ പോവാന്ന് പറഞ്ഞു. അയാൾ അവനെ വിളിച്ചു, എന്നെ വന്ന് കൊണ്ടുവന്നുണ്ടോ ചോദിച്ചു. അവൻ പറഞ്ഞു, തന്നെ പോയത്, തന്നെ വരാൻ പറഞ്ഞു. നീ പോയതല്ല, ഞാൻ വിട്ടാലല്ലോ. അവസാനം ഏതായാലും അങ്ങ് പോയി. അവനറിയാം ഇനി അവൾ പോകല്ലേ. അവനെന്ത് ചെയ്തു? അന്ന് തന്നെ ഗർഭിണിയായി. ഇപ്പൊ അവള് പോത്തില്ല. ആരെ ഓർത്താ? പിള്ളേരുടെ അച്ചായം വേണ്ടേ? പോയില്ല. അങ്ങനെ ഇതിനിടയ്ക്ക് 2-3 പിള്ളേരായി. പലവട്ടം പോകാനൊക്കെ ആലോചിച്ചില്ല, ഇതുവരെ എന്ത് ചെയ്തില്ല, പോയില്ല. പോകാൻ ആലോചിക്കുമ്പോഴെല്ലാം ഓരോ കൊച്ചുകൂടുണ്ടായി. ഇനിയിപ്പോൾ ഈ കൊച്ചുങ്ങളെ കളഞ്ഞിട്ടൊക്കെ പോകുന്നത്. ചുരുക്കത്തിൽ എന്തോ നടന്നില്ല, പോക്ക് നടന്നില്ല. പക്ഷെ പലപ്പോഴും നടക്കുന്നത് ഈ പണത്തിൻ്റെ പേരിലുള്ള വഴക്ക്. ഞാൻ ഈ കഥ പറയും, പക്ഷെ കഥകളെല്ലാം പിടികിട്ടാതെ പറയത്തുള്ളൂ. ഇംഗ്ലണ്ടിൽ നടന്നത് ഉഗാണ്ടയിൽ നടന്നതായിട്ട് പറയും.
ജർമ്മനി നടന്നത് അയർലൻഡിൽ നടന്നതായിട്ട് പറയും. ഏതായാലും ഞാനൊരു സ്ഥലത്ത് പോയി. ഒരു സ്ഥലത്ത് പോയപ്പോൾ അത് ഇച്ചിരി തണുപ്പുള്ള ഒരു സ്ഥലമാണ്. തണുപ്പുള്ള ഒത്തിരി സ്ഥലമുണ്ടല്ലോ, തണുപ്പുള്ള സ്ഥലമാണ്. തണുപ്പുള്ള സ്ഥലത്ത് ചെന്നു. അപ്പോൾ എന്നെ എൻ്റെ ഒരു കസിനാണ് കൊണ്ടുപോവുക. എന്നെ സത്യത്തിൽ അവിടെ വന്ന് ഞങ്ങളുടെ ചർച്ചിൻ്റെ പണി നടക്കുമ്പോൾ എന്നെ അദ്ദേഹം കൊണ്ടുപോയതാണ്, ഫണ്ട് റൈസിങ്ങിന് കൊണ്ടുപോയതാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചിൻ്റെ പണി നടക്കാൻ അതായിരുന്നു അതിൻ്റെ പരമാർത്ഥം. അങ്ങനെ എന്നെ കസിനും കൊണ്ടുപോയി. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. ഞാൻ ആ വീട്ടിൽ ചെന്നു. എൻ്റെ പൊന്നെ, ആ വീട്ടിൽ ചെന്നപ്പോൾ കയറിയിരുന്നപ്പോൾ തണുപ്പാണ്. സാറിന് അവിടെ എല്ലാവരും ഹീറ്റർ ഇടും, ഈ വീട്ടിൽ ഹീറ്ററില്ല. എന്നെ തണുക്കുന്നു, സത്യമായിട്ട് എന്നെ അങ്ങ് തണുക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇവിടെ ഹീറ്റർ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ഇവർ കണ്ണി നോക്കുക. ചരിത്രം എന്നാ ചോദിച്ചാൽ അവിടെ ഈ ടോപ്പപ്പ് ചെയ്യുക ഹീറ്റർ, ഈ പോസ്റ്റ്പെയ്ഡ് പോസ്റ്റ്പെയ്ഡ് അല്ല ടോപ്പപ്പ് ചെയ്യുക. അപ്പോൾ ഇവര് കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം പുള്ളിക്കാരൻ്റെ ടേണായിരുന്നു, അത് കഴിഞ്ഞ് പുള്ളിയുടെ ടേണായിരുന്നു. ഈ പ്രാവശ്യം അതിൻ്റെ ടേണിൽ വന്നപ്പോൾ ഏതാണ്ട് പ്രശ്നം ഉണ്ടായതുകൊണ്ട് രണ്ടുപേരും ചെയ്യാതിട്ടേക്കുക. തണുക്കുക എന്നെ തണുക്കുന്നു, അതാണ് എൻ്റെ പ്രശ്നം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇവരിങ്ങനെ വർത്താനം പറഞ്ഞു. ചുരുക്കത്തിൽ പിന്നെ പൈസയുടെ പേരിലുള്ള വഴക്കാണ്. കുറേ നേരം വർത്താനം പറഞ്ഞപ്പോൾ ഇവർ പൈസയുടെ പേര് വഴക്കുണ്ടാക്കും. എനിക്കങ്ങ് സങ്കടം വന്നു. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, അവിടെ അച്ഛൻ അസുഖം വന്നപ്പോൾ ഇവൻ പൈസ അയപ്പിച്ചില്ല, അയാൾ മരിച്ചുപോയി. അയാളുടെ അച്ഛൻ അസുഖം വന്നപ്പോൾ ഇവള് പൈസ അയപ്പിച്ചില്ല, അയാളും മരിച്ചുപോയി. ഈ പിള്ളേരുടെ രണ്ടപ്പന്മാരും പൈസ അയച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്തു? മരിച്ചു. പിന്നെയും പൈസ കണക്കായി പറയുക. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് കാലി വന്നു. കാരണം എന്നെ തണുക്കുന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരി കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുറേ നേരമുണ്ട് ഈ മനുഷ്യൻ ഈ കണക്ക് കേൾക്കുന്നു എന്ന് പറഞ്ഞ് എനിക്കങ്ങ് ദേഷ്യം വന്നപ്പോൾ എന്നെ കൊണ്ടുപോയ കസിൻ എന്നെ ചൊറിഞ്ഞിട്ട് പറഞ്ഞു, ഇത് ശരിയാകുന്ന കേസല്ല, അവളെ സപ്പോർട്ട് ചെയ്യും, നമുക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അവളാണ് കാശുള്ള, അവളെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് വല്ല കിട്ടുന്നത്. നമുക്ക് ഹോൾ പണിയണം, കിട്ടുന്ന മേടിച്ച്. ഇത് കുടം പിടിക്കുന്ന കേസല്ല. അപ്പോൾ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സന്തോഷിപ്പിച്ചാൽ എല്ലാം തരുമെന്ന് പറഞ്ഞു. അപ്പന് കൊടുത്തില്ലെങ്കിലും നമ്മൾ സന്തോഷിപ്പിച്ചാൽ തരും. ഞാൻ പറഞ്ഞു എനിക്ക് നിന്റെ കാശ് വേണ്ട, കാരണം നിന്റെ കാശ് മേടിച്ച് ഞാൻ ഹോള് പണിതാൽ കമ്പിയും സിമെന്റ് ഇരിക്കത്തില്ല, അതിങ്ങ് ഇടിഞ്ഞു പോരും. ദൈവീതമല്ലാത്ത പൈസ പാടില്ല, എനിക്കിൻ്റെ പൈസ വേണ്ട. പക്ഷെ നിന്നോട് തമ്പുരാൻ ചോദിച്ചില്ലെങ്കിൽ ഞാനിങ്ങ് പോന്നു. അവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കത്തില്ല, കാരണം ഈ മുത്തു കൊണ്ട് എവിടെ ഇടാൻ ഒക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാതെ പോന്നു. ഞാൻ ആ പോകുന്നതിന് മുമ്പ് അവിടെ നിന്നൊരു കാഴ്ച കേട്ടു, ഒരു സംഭവം കേട്ടു. രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കി. മൂത്തപ്പം വിദേശത്താ, അടുത്ത സായിപ്പ് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, പിടിച്ചു. അവനെ ഡിപ്പോർട്ട് ചെയ്തു, ഡിപ്പെൻഡന്റ് വിസയ ഡിപ്പോർട്ട് ചെയ്തു. പിള്ളേരെ പാകിസ്ഥാനികൾ കൊണ്ടുപോയി വളർത്താൻ കൊടുത്തു, സോഷ്യൽ സർവീസുകാർ. ഇന്ന് ഞാൻ പിന്നെ അറിഞ്ഞിടത്തോളം പിള്ളേരെ വെങ്ങാണ്ടും അവളെങ്ങാണ്ടും അവനെങ്ങാണ്ടും. പൈസ എന്തുകൊണ്ട് പ്രേമം? എന്ത് പൈസയാ? പൈസ ഉള്ളിടത്ത് പറയണതും സമാധാനം കാണുന്നില്ലെങ്കിലും പൈസ ഇല്ലാത്ത എത്രയോ പേരെ ഉള്ളത് കുടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പൈസ കൂടുമ്പോഴല്ലേ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. ഒന്നിച്ച് പാർപ്പാൻ കഴിയാതിരിക്കുക. അടുത്തിടയ്ക്ക് എന്നോടൊരു സഹോദരൻ ദയനീയമായിട്ട് പറഞ്ഞാണ്, പാസ്റ്ററെ സങ്കടം കൊണ്ട് പറഞ്ഞ, എനിക്ക് പാസ്റ്റർ ഒരു കട്ടിൽ പണിത് തരണം, ചെറിയൊരു കട്ടിൽ. ഞാൻ വെച്ചാൽ അതന്നെ കല്യാണം കഴിച്ചപ്പോൾ ഒന്നുമില്ലായിരുന്നു പാസ്റ്ററെ. ഒരു സിംഗിൾ കോട്ട് 2.5 അടി കഷ്ടിച്ചുള്ളൊരു കട്ടിലല്ല ഞാനും അവളും കൂടെ കിടന്നേ. അപ്പോൾ ഒരു ഗുണമുണ്ടായിരുന്നു പാസ്റ്ററെ. തിരിയുമ്പം മറിയുമ്പം താഴെ പോകുന്നതുകൊണ്ട് ഇവളെന്നെ കെട്ടി അള്ളിപ്പിടിച്ച് കിടക്കുമായിരുന്നു. കാരണം ഈ ഉരുണ്ട അതെവിടെ പോകും, താഴെ പോകും. അതുകൊണ്ട് ഇവളെന്നെ അള്ളിപ്പിടിച്ച് കിടക്കാൻ. ഇപ്പം പാസ്റ്ററെ കാശൊക്കെയായി, 6 വലിയ കട്ടിലും തെറിക്കുന്ന മെത്തയും ഒക്കെയായി. അവൾ അങ്ങേയറ്റത്തും ഞാൻ ഇങ്ങേയറ്റത്തുമായി, നടുക്ക് തലയണയുമായി. അതുകൊണ്ട് എനിക്കൊരു 2 അടി കട്ടിലും മേടിച്ച് കയറണം. പൈസ കൂടിയപ്പോൾ എന്തോ കൂടി, അകലങ്ങൾ കൂടി. അതുകൊണ്ട് ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കണം, ഒരു കാരണവശാലും തമ്പുരാൻ തന്ന നന്മ വഴക്കിന് കാരണമാകരുത്. എന്നും ദൈവസന്നിധിയിൽ എന്തുണ്ടോ അത് വെച്ച് സ്തോത്രം ചെയ്യാൻ കഴിയണം. ഇവിടെ ലോത്തിനും അബ്രഹാമിനും പറ്റിയൊരു കാര്യം അതാണ്. പക്ഷെ അബ്രഹാം അവൻ നല്ലൊരു സ്റ്റാൻഡ് എടുത്തു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടം. നമുക്ക് തമ്മിൽ എന്ത് വേണ്ട? വഴക്ക് വേണ്ട. വഴക്ക് വേണ്ടെന്ന് തീരുമാനിച്ചപ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ പൊടി പോലെ വർദ്ധിപ്പിക്കും, പൊടിയെ എണ്ണ പൊടി പോലെ ആക്കും. 16 പൊടി പോലെ ആക്കും. 14 ദൈവം അബ്രഹാമിനെ വീണ്ടും അനുഗ്രഹിച്ചു. അബ്രഹാം ലോത്തിനെ രക്ഷിച്ചു കൊണ്ടുവന്നു, മൽക്കീസേദെക്ക് എതിരേക്കുന്നു. 14-15 ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ എന്തുപോലാക്കും? നക്ഷത്രങ്ങൾ പോലാക്കും എന്ന് പറഞ്ഞു.
16-ാം അധ്യായമായി. 10 വർഷം കഴിഞ്ഞു, 85 വയസ്സായി. കാരണം 16-ന്റെ അവസാനം അബ്രഹാമിന് 86 വയസ്സ് ഇസ്മായിൽ ജനിച്ചപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടും മക്കളുണ്ടാകുന്നില്ല. അപ്പോൾ ആഗർ വന്നിട്ട് സാറ വന്നിട്ട് പറഞ്ഞു, എനിക്കാരെ വേണം? ഒരു കുഞ്ഞിനെ വേണം, എനിക്കൊരു കുഞ്ഞിനെ വേണം. ഒരമ്മ, ഒരു സ്ത്രീ എന്നും അമ്മയാകാൻ ആഗ്രഹിക്കുന്നവളാണ്. അതുകൊണ്ട് അവളൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു. അന്ന് ഒരു കഷ്ടമുണ്ട്. എന്താണെന്നറിയാമോ? ഭാര്യയിൽ മക്കളുണ്ടാകത്തില്ലെങ്കിൽ മൂത്ത ദാസിയിലും കുഞ്ഞുങ്ങളുണ്ടാകാം. അതന്നൊരു കഷ്ടമാണ്. ആ കഷ്ടത്തിൽ ഹാഗറിനെ കൊടുക്കുകയാണ്. അങ്ങനെ ആഗർ ഗർഭിണിയായി. ആഗർ ഗർഭിണിയായി കഴിഞ്ഞപ്പം അവൾക്ക് യജമാനത്തിയോടൊരു യജമാനത്തി അവളുടെ കണ്ണിന് നിന്നതിയായി. സാറ ആരാ മോള്? സാറ കാഠിന്യം തുടങ്ങി. ഓടിപ്പോയി? ആഗർ ഓടിപ്പോയി. ആഗർ അങ്ങനെ ഓടിപ്പോവുകയാണ്. ഗർഭിണിയായ ആഗർ ഓടിപ്പോയിട്ട് ശൂർ മരുഭൂമിയിൽ കിടക്കുകയാണ്. നോക്കിയോ, അവിടെ വഴിയിലെ നീരൊരു അനുഗ്രഹിച്ചതിനെ അവളെ കണ്ടു. 7-ാം വാക്യം 16:7. യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന് അരികെ ശൂര്യന് പോകുവാൻ വഴിയിലെ നീരുറിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ എന്ത് ചെയ്തു? കണ്ടപ്പോൾ അവൾ ഗർഭിണിയ, പാപം, അനാഥയായ അവളെ ആര് കാണാനാ? മിസ്രയീമ്യ ദാസി. ഇന്നാണെങ്കിൽ എല്ലാവർക്കും ആധാറൊക്കെ ഉണ്ടെന്ന് പറയും. അന്ന് അവൾ മിസ്രയീമ്യ ദാസി, അനാഥ. അവൾക്ക് എന്താ അഡ്രസ്സ്? ഗർഭിണി. അവൾ അവിടെ മരുഭൂമിയിൽ മരിച്ചു കിടന്നാൽ ആരറിയും? ആരും അറിയില്ല. പക്ഷേ അവിടെ യഹോവയുടെ ദൂതൻ അവിടെ വന്നിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു, ഞാൻ നിന്റെ സന്തതിയെ വലുതാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ അനാഥ മിസ്രൈമി ദാസിയുടെ ഗർഭിണിയായ സഹോദരിയെ കർത്താവ് കാണുകയാണ്. അവളിത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ ഓർത്തു, ഞാൻ ഒരനാഥ, ആരുമില്ലാത്തവൾ. പക്ഷെ അവൾ പറയുന്നു, 13-ാം വാക്യം, എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഇവിടെയും കണ്ടുപോയി എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, അങ്ങെന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറിന് ബേർ ലഹൈ റോയി എന്ന് പേരായി. എൽ റോയി, അർത്ഥം എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. പ്രിയരെ, ഒരു കാര്യം ഓർത്തോണേ, നമ്മുടെ ദൈവത്തിൻ്റെ പേര് എൽ റോയി എന്ന അർത്ഥം നമ്മെ കാണുന്ന ദൈവം. ആരും കാണാനില്ലാത്തവളാണ് ഹാഗർ. അനാഥയായ അവളെ ആര് കാണാൻ? ഇന്നത്തെ ഭാഷ പറഞ്ഞ ഒരു അന്യസംസ്ഥാന സഹോദരി, അവളെ ആര് കാണാൻ? അവളെ ആര് ശ്രദ്ധിക്കാൻ? ആരും കാണാനില്ലാത്തവരെ കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പേരാ എൽ റോയി. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. ഈ രാത്രി എന്നെ നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേര് എൽ റോയിയ. എന്നെ കാണുന്ന ദൈവം. അതുകൊണ്ടാണ് പാപം പാടുകയാ, ആരും സഹായമില്ലാതെ എല്ലാവരും പാരിൽ കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ എന്നാലും എനിക്കൊരു സഹായകൻ വാനിലുണ്ട്. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഒന്ന് പറഞ്ഞേ, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഉലകിലെവിടെ പോയാലും ആരും കാണാത്തവനെ അവൻ്റെ സങ്കടങ്ങളിൽ കാണുന്ന ഒരു ദൈവം, അവൻ്റെ വേദനയിൽ കാണുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ പേരാണ് എൽ റോയി. കാണുന്ന ദൈവം. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോയെന്ന് പറഞ്ഞ് ആ ദൈവത്തിന് പേരിട്ടു എൽ റോയി. 17-ാം അധ്യായം. അബ്രഹാമിന് എത്ര വയസ്സായി? 99. 16-ന്റെ അവസാനം എത്ര വയസ്സാന്ന് നോക്കിയേ? 86. 86-ഉം 99-ഉം 13 വർഷം. 13 വർഷം നിശബ്ദതയുടെ ഒരു കാലം. കാരണം ദൈവം പറയാത്തൊരു കാര്യം ചെയ്തു. ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് മക്കളെ തരും. പ്ലാനിൽ പോയി, ഭാര്യയുടെ വാക്ക് കേട്ട. അതുകൊണ്ട് 13 വർഷം ദൈവം നിശബ്ദനായി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമുക്ക് 13 ചിലപ്പോൾ 20 വർഷം ദൈവം മിണ്ടാതിരുന്നാലും അറിയില്ല. കാരണം നമ്മളങ്ങനെ മിണ്ടാറൊന്നുമില്ല. പക്ഷെ അബ്രഹാമിന് അങ്ങനെയല്ല. എങ്ങോട്ട് പോകണമെങ്കിലും ആര് പറയണം? ദൈവം. 13 വർഷം ശബ്ദം കേട്ടില്ല. സങ്കടമായി, പിണങ്ങി ദൈവം. ചെറിയ ഒരു കൂട്ടുവെട്ടി. പക്ഷെ അവിടെ നോക്കിക്കോണം, ഇണങ്ങാൻ വന്നതും ആരാ? ദൈവം അബ്രഹാമോട് പറഞ്ഞു,
99 വയസ്സായപ്പോൾ 13 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ആരാ? സർവ ശക്തിയുള്ള ദൈവമായ യഹോവയാ. ഞാൻ ആരാണ്? സർവ ശക്തനാ. എന്താണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം? നിന്നോട് ഞാൻ 12-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും 15-ാമത് അധ്യായത്തിലും പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, ഞാൻ നിനക്ക് മക്കളെ തരുമെന്ന്. ഇന്ന് അതിനുള്ള സാധ്യതകളെല്ലാം പോയി. പക്ഷേ എൻ്റെ പേര് സർവശക്തനെന്ന. എല്ലാ സാധ്യതകളും അവസാനിക്കുമ്പോൾ ആശ്രയിക്കാൻ ഒക്കുന്നൊരു നാമമുണ്ട്. ആ നാമമാണ് എൽ ശദ്ദായി, സർവശക്തനായ ദൈവം. സർവശക്തനായ ദൈവം. അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ സർവശക്തനായ ദൈവമാണ്. 17-ാം അധ്യായത്തിൽ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ ആരാ? സർവശക്തനാ. പിന്നെ ആ അറിവ് തലമുറകൾ കൈമാറിയ ഒരു അറിവായി മാറിയെന്ന് കാണാൻ കഴിയും. സർവശക്തനായ ദൈവം. കാലം മുമ്പോട്ട് പോകുകയാണ്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. ഇസാക്കിന് 2 മക്കളുണ്ടാകും, ഏശാവും യാക്കോബും. ഏശാവും യാക്കോബും ഉണ്ടായിട്ട് സിബിളിംഗ് റിവൽറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് മിക്ക വീട്ടിലുമുണ്ട് അല്ലേ? അച്ഛൻ അല്ലേലും എനിക്കറിയായിരുന്നു, അവളോടായിരുന്നു എപ്പോഴും ഇഷ്ടം. ഞാൻ എന്നാ പറഞ്ഞാലും എനിക്കൊന്നും ചെയ്തു തരത്തില്ല, എന്തോ ചെയ്താലും അവളെ ഒന്നും പറയത്തില്ല. എന്നോടായിരുന്നു. ചില പറയും ഇളവനോടായിരുന്നു ഇഷ്ടം, മൂത്തവനോടായിരുന്നു. ചില പറയും മൂത്തവനോടായിരുന്നു, ഇളവനോടല്ല. സിബിളിംഗ് റിവൽറി തുടങ്ങിയത് എവിടാണെന്നറിയാമോ? കായിനും ഹാബേലും കൊണ്ട് തുടങ്ങിയതാണ്. പിന്നത്തേതിൽ അത് വഴക്ക് മൂർദ്ധിച്ച ഒരാളുണ്ട്, ഏശാവും യാക്കോബും. അങ്ങനെ ഏശാവും യാക്കോബും തമ്മിലുള്ള സിബിളിംഗ് റിവൽറി. യാക്കോബ് ഓടിപ്പോയിട്ട് അവസാനം ഇങ്ങനെ ഓടി ഉൽപ്പത്തി പുസ്തകം 48-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് വചനങ്ങളിലേക്ക് വരികയാണ്. അധ്യായം ഒരു ചരിത്രം അവസാനിച്ച് ജോസഫിൻ്റെ ചരിത്രത്തിലൂടെ പോവുകയാണ്. പിതാക്കന്മാരുടെ ചരിത്രങ്ങൾ അവസാനിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 48 ഈ അപ്പന് കണ്ണ് കാണാതായി. അവിടെയുണ്ട്, യോസഫിന് തൻ്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു. അവൻ മനശ്ശെ എബ്രോവിനെ കൂട്ടിക്കൊണ്ട് അവിടെ ചെല്ലുകയാണ്. അതിന് 10-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ഇസ്രായേലിൻ്റെ കണ്ണ് എന്തായി? മഹിയാതായി. ഇനിയും മറ്റൊരു അപ്പനുണ്ടായിരുന്നു, ഇസ്ഹാക്കിൻ്റെ കണ്ണ് കാണാൻ വയ്യാതിരുന്നപ്പോഴാണ് ഏശാവിനോട് പറയുന്നത്, നീ പോയിട്ട് എന്ത് കൊണ്ടുവരണം? ഇറച്ചി കൊണ്ടുവരാൻ പറയുന്നു. ഇവിടെ യാക്കോബിൻ്റെ കണ്ണ് കാണാതായപ്പോൾ ഒരു ഭയങ്കര സംഭവമാണ്. കണ്ണ് കാണാതായെങ്കിലും മറവിയില്ല, ഡിമെൻഷ്യ ഇല്ല. അതുകൊണ്ടാണ് ഓർക്കുകയാണ്, മറവിയില്ല. യാക്കോബ് മക്കളുമായിട്ട് വന്നു എന്ന് കേട്ടു. 2-ാം വാക്യം, നിന്റെ മകൻ ജോസഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. ഇസ്രായേൽ, യാക്കോബ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിൽ ഇരുന്നു. പ്രായമായി, ചിലപ്പം വിട്ടാൽ താഴെ പോവും. അതുകൊണ്ട് എങ്ങനെയൊക്കെ ഒന്ന് ഇരുന്നു. എന്നിട്ട് ഹി വാസ് റിക്കളക്റ്റിംഗ്, ഓർമ്മകൾ ഇങ്ങനെ പങ്കുവയ്ക്കുക. പ്രായമുള്ളവരുടെ അടുക്ക ചെന്നാൽ അവർ കഥ പറയും. ആ കഥ ഇങ്ങനെ പറയുകയാണ്. ഈ മനുഷ്യൻ പറയുന്ന കഥ കണ്ടോ? 3-ാം വാക്യം, യാക്കോബ് യോസഫിനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി. യാക്കോബ് ഇങ്ങനെ ഓർത്തിട്ട് പറയാണ്, ഞാൻ ഒത്തിരി ഓടിയവനാ, ഒത്തിരി അലഞ്ഞവനാ. പക്ഷേ ഈ യാത്രയിൽ ഓർത്തിട്ട് പറയുന്നു, ഞാൻ ഓടി ചേട്ടനെ പേടിച്ച് വന്നപ്പോൾ ലൂസിൽ വന്നു. അവിടെ എനിക്ക് പ്രത്യക്ഷനായ ഒരു ദൈവമുണ്ട്. പേരെന്താ? സർവശക്തൻ, എൽ ശദ്ദായി, സർവശക്തൻ. ഈ സർവശക്തനെ എവിടുന്നാണ് യാക്കോബിന് കിട്ടുക? വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാമത് അധ്യായം. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം. ചേട്ടനും അനിയനും കൂടെ വഴക്കുണ്ടായപ്പോൾ ചേട്ടൻ അനിയൻ അനുഗ്രഹം കൗശലത്തിലൂടെ മേടിച്ചു. ചേട്ടൻ അനിയനെ കൊല്ലാൻ പോവുകയാണ്. അവിടെയും കാണുന്നുണ്ട്, ഇസാക്കിന് കണ്ണ് വയ്യ, മങ്ങി, കാഴ്ചയില്ല. അതാണ് 27-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇസാക്ക് വൃദ്ധനായി, കണ്ണ് കാണാൻ വഴിയാതായി. 27:1 കണ്ണ് കാണാത്ത അപ്പൻ മോനോട് പറയുകയാണ്, മോനെ, മീറ്റിംഗ് ആൻഡ് പാർട്ടിങ് ബോത്ത് ആർ പെയിൻഫുൾ. മീറ്റിങ്ങും പെയിൻഫുള്ളാ, പാർട്ടിങ്ങും പെയിൻഫുള്ളാ. പെട്ടെന്ന് ഒരാൾ പിരിയുക. പ്രായമായ അപ്പൻ, കണ്ണ് കാണാത്ത അപ്പൻ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ നിന്നെ കൊല്ലും.
എൻ്റെ മുമ്പിൽ കിടന്ന് രണ്ടുപേരും കൂടെ മരിക്കണ്ട. നീ എവിടെങ്കിലും പോ, അങ്ങ് അമ്മാച്ചൻ്റെ വീട്ടിൽ പൊക്കോ, ലാബാൻ്റെ വീട്ടിൽ പോ, നീ പോ. ഇനി എനിക്ക് നിന്നെ കാണുമെന്നറിയില്ല, നമ്മൾ തമ്മിൽ ഇനിയും കാണാൻ സാധ്യതയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, നീ പൊക്കോ, നീ പൊക്കോ, നീ പൊക്കോ, നീ പൊക്കോ. പോയി രക്ഷപ്പെട്, എവിടെങ്കിലും ഓട്, പോയി രക്ഷപ്പെട്. ഒരാൾ കാത്തോളും, സർവശക്തൻ. കണ്ണ് കാണാത്ത അപ്പൻ മോന് പരിചയപ്പെടുത്തിയ ഒരാളുണ്ട്. ആരാ? സർവശക്തൻ. ലാസ്റ്റ് പാട്ടിങ്ങ അയക്കുക, രക്ഷപ്പെടാൻ വിടുക. ഇനി കാണുമെന്നറിയത്തില്ല, പക്ഷേ ഈ യാത്രയിൽ നിൻ്റെ കൂടിയിരിക്കാൻ ആര് കാണും? സർവശക്തൻ. യാക്കോബ് ആ അറിവുമായിട്ട് പോയി. യാക്കോബ് അത് ഓർത്തിട്ട് പറയുകയാണ്, ലൂസിൽ വെച്ച് കല്ല് തലയണയായി കിടക്കുമ്പോൾ അവനൊരു സ്വപ്നം കാണുകയാണ്. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗവേണിയാണ്. അവിടെ വെച്ച് ദൈവം അവന് പ്രത്യക്ഷനായിട്ടും, അതാണ് റിക്കളക്ട് ചെയ്യുന്നത്. സർവശക്തിയുള്ള ദൈവം എനിക്ക് എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. അതുകൊണ്ട് തന്നെ ആ പ്രത്യക്ഷതകളെ അബ്രഹാം എപ്പോഴും ഓർക്കുക. കാലം മുമ്പോട്ട് പോയപ്പോൾ ഓരോ പ്രാവശ്യങ്ങളിലും ഈ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് താൻ ഓർത്തെടുക്കുക. യാക്കോബിനോട് അപ്പം പറഞ്ഞു, പൊയ്ക്കോ മോനെ പൊയ്ക്കോ, പക്ഷേ നിനക്ക് ആരുണ്ട്? സർവശക്തനുണ്ട്. വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. യാക്കോബിൻ്റെ യാത്രയിൽ ദൈവം പിന്നെയും പ്രത്യക്ഷപ്പെട്ടു. 11-ാമത്തെ വാക്യം, 35:11. ദൈവം പിന്നെ അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം, എൽ ശദ്ദായി. 35:11, ഞാൻ സർവശക്തിയുള്ള ദൈവം. അടുത്തത്, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകും, ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ജാതി. അടുത്ത വാക്യം, രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്തു നിന്ന് പുറപ്പെടും. കിങ് ഷാൽ കം ഫ്രം യുവർ ഓൺ ബോഡി. രാജാക്കന്മാർ വരും. യാക്കോബിന് മക്കളൊക്കെ ലഭിക്കുന്ന 29-ാം അധ്യായത്തിലുണ്ട്. രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ. പിന്നെ ഇങ്ങനെ മക്കൾ, റാഹേൽ, രണ്ടുപേരിലും മക്കളൊക്കെ ഉണ്ടാകും. പക്ഷേ തന്നെ ഏറെ സ്നേഹിച്ച 2 ഭാര്യമാരിൽ ഒരാളുണ്ട്. ആരാ? റാഹേല. റാഹേല് മരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവം. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വലിയ പ്രതിസന്ധികളിൽ നമ്മളെ അകപ്പെടുന്നതിന് മുമ്പ് വചനമയച്ച് ബലപ്പെടുത്തും. വചനമയച്ച് ബലപ്പെടുത്തും. യാക്കോബിൻ്റെ ജീവിതത്തിലെ വലിയ നിർണായകമായൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവം. രാജാക്കന്മാർ നിന്റെ കടിപ്രദേശത്ത് പുറപ്പെടും. കിങ് ഷാൽ കം ഫ്രം യുവർ ഓൺ ബോഡി. വിൽ കം, ഇറ്റ് വിൽ കം. അതേത് ടെൻസാ? ഇറ്റ് വിൽ കം. ഫ്യൂച്ചറാ. വിൽ കം. വലിയ കാര്യമൊക്കെ പറഞ്ഞു. രാജാക്കന്മാർ വരും. പക്ഷെ അടുത്ത വാക്യത്തിൽ, അടുത്ത പാരഗ്രാഫിൽ കാണുന്നത്, സ്നേഹിച്ച ഭാര്യ റാഹേല് ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും അവൾ എന്ത് ചെയ്യുകയും ചെയ്തു? മരിക്കുകയും ചെയ്തു. ദൂതെന്താ? രാജാക്കന്മാർ വരും, കുഞ്ഞ് മരിച്ചു. അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ പ്രസവത്തോടുകൂടി അമ്മ ഏക്കം വലിക്കുക, ചോര കുഞ്ഞ് താഴെ കിടക്കുന്നു. ഏത് മക്കൾക്കും അപ്പനും വേണം, അമ്മയും വേണം. പക്ഷേ അപ്പനെക്കാട്ടിലും ചില സമയത്ത് കൊച്ചുകുട്ടികൾക്ക് ആര് വേണ്ടി വരും? അമ്മ. രണ്ടുപേരും വേണം. എന്നാൽ അമ്മ വലിയൊരു ഘടക. താരാട്ട് പാടണേ ആര് വേണം? അമ്മ വേണം. പാല് കൊടുക്കണേ ആര് വേണം? അമ്മ വേണം. എല്ലാത്തിനും അമ്മ ഒരു വലിയ സംഭവമല്ലേ? അമ്മയല്ലേ കുഞ്ഞിൻ്റെ എല്ലാം. അമ്മ വേണ്ടേ? ഇവിടെ എൻ്റെ പൊന്നു പ്രിയരെ, റാഹേല് മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് കുഞ്ഞിന് പേരിട്ടു ബെനോനി. ബെനോനി അങ്ങനെയാണ് അവിടെ ഇരിക്കുക. അവനാ പോകുന്ന സമയം അവൻ എന്തെന്ന് പേരിട്ടു? ബെനോനി. അർത്ഥം സങ്കടത്തിൻ്റെ പുത്രൻ. അമ്മയില്ലാതെ ഇവൻ വളരും. അമ്മയില്ലാത്തൊരു കുഞ്ഞ്, ഒരിക്കൽ പോലും താരാട്ട് പാടാൻ ഒക്കാത്ത ഒരു കുഞ്ഞ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. നാട്ടിൻപുറത്ത് എത്ര പാവം പിടിച്ചവനാണേലും, പച്ചവെള്ളം ചവച്ചിറക്കുന്നവനാണേലും, ഒരു വഴക്കുണ്ടാക്കാത്തവനാണേലും ചാടി ഇറങ്ങി വരും. ആരെങ്കിലും ചോദിച്ചാൽ മതി, അമ്മയുടെ മുലപ്പാല് കുടിച്ചും പാടാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇച്ചിരി ആത്മീയമൊക്കെ മാറ്റി വെക്കും. തന്നെ അങ്ങ് ഇറങ്ങിച്ചില്ല മക്കളെ, തിളയ്ക്കും അമ്മയുടെ ചോര.
പക്ഷേ ഇവിടെ ഒരുത്തനുണ്ട് ബെന്യാമീൻ. അമ്മയുടെ പാല് കുടിച്ചാൽ വരാൻ പറഞ്ഞ ഒറ്റയാൾ പോകത്തില്ല. ആരാ? ബെന്യാമീൻ. കാരണം അവൻ എന്ത് കുടിച്ചില്ല? പാല് കുടിച്ചില്ല. അമ്മയുടെ പാല് പോലും കുടിക്കാൻ കഴിയാത്ത ബെന്യാമീൻ ചോരക്കുഞ്ഞിനെ കൊടുത്തിട്ട് അവൾ പോയി. പേരിട്ടു ബെനോനി. പെട്ടെന്ന് യാക്കോബിനൊരു ധൈര്യം വന്നു. യാക്കോബ് ഓർത്തു, ഇച്ചിരി മുമ്പ് ദൈവം എന്ന് പറഞ്ഞു, ഞാൻ സർവശക്തനാ, അമ്മ പോയാലും ദൈവമുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞിന് പേരിട്ടു ബെന്യാമീൻ, അർത്ഥം വലങ്കയ്യുടെ പുത്രൻ. ബെന്യാമീൻ അർത്ഥം വലങ്കയ്യുടെ പുത്രൻ. ഈ ധൈര്യം എവിടുന്നാണ് കിട്ടിയത് പ്രിയരെ? അമ്മ പോയതിന് മുമ്പ് തമ്പുരാൻ പറഞ്ഞു, താരാട്ട് പാടാൻ ഈ കുഞ്ഞിന് അമ്മയുടെ കൈയില്ലെങ്കിലും വലങ്കരം പിടിക്കാൻ തമ്പുരാൻ്റെ കരമുണ്ട്. താരാട്ട് പാടാൻ അമ്മയുടെ കൈയില്ലെങ്കിലും വലങ്കരം പിടിക്കാൻ തമ്പുരാൻ്റെ കരമുണ്ടെങ്കിൽ അവൻ ബെന്യാമിനാവും, വലങ്കയ്യുടെ പുത്രൻ. ദൂതൻ തരുന്നു, രാജാക്കന്മാർ നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നടക്കും. കാലം ഒത്തിരി മുമ്പോട്ട് പോയി. ശമൂവേലിൻ്റെ മക്കൾ അവൻ്റെ വഴി നടന്നില്ല. ദൈവം പറഞ്ഞു, നീ പോയിട്ട് ഒരാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. പോയി തൈലക്കൊമ്പൊക്കെ എടുത്തുകൊണ്ട് ആരെടുക്കല? ശൗൽ. ഏത് ഗോത്രം? ബെന്യാമീൻ ഗോത്രം. ബെന്യാമീൻ ഗോത്രം. രാജാക്കന്മാർ നിന്റെ എവിടുന്ന് വരും? എൻ്റെ ദൈവത്തിന് പ്രത്യേകതയുണ്ട്. പറഞ്ഞ ഉവ്വെന്ന വാക്ക് മാറാൻ മനുഷ്യനല്ല. അമ്മ പോയാലും വാക്ക് പൊത്തില്ല. താരാട്ട് പാടാൻ, മാറോട് ചേർക്കാൻ, പിഞ്ചു കുഞ്ഞിനെ കുളിപ്പിക്കാൻ അമ്മയുടെ കൈയില്ലെങ്കിലും യാക്കോബിനൊരു കാര്യം കിട്ടി. ഞാൻ ഇച്ചിരി ഓടുകയും കുസൃതി കാണിക്കുകയും കൗശലം കാണിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും കണ്ണ് കാണാത്ത ഒരപ്പന് അകക്കണ്ണുകൊണ്ട് പറഞ്ഞു, പൊയ്ക്കോ മോനെ, ഒരു കരം കാണും, സർവശക്തൻ. ആ കരം പിടിച്ചത് കൊണ്ട് അവൻ പറഞ്ഞു, ഇവൻ ബെനോനി അല്ല, ബെന്യാമീന, വലങ്കയുടെ പുത്രനാ. ബെന്യാമീൻ 48 അധ്യായത്തിൽ ഓരോ കാര്യം പറയുന്നു. ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി. എന്താണ് ബെന്യാമീനാക്കിയത്? ആ ബോധ്യമാ, വലങ്കരം പിടിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള അപ്പൻ്റെ അറിവ്. കാലം മുമ്പോട്ട് പോയപ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരാൾ പറയുന്നു, ഞാൻ ആരാ? ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ. ഇന്നും മനുഷ്യരെല്ലാം പഠിക്കുന്നത് പൗലോസിൻ്റെ ലേഖനങ്ങളാ. ഞാൻ എബ്രായൻ ജനിച്ച എബ്രായൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ. അമ്മ പോകുന്നതിന് മുമ്പ്, ആ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, രാജാക്കന്മാർ ഇവൻ്റെ കടിപ്രദേശത്ത് പുറപ്പെടും. എനിക്കൊരു കർത്താവിനെ അറിയാം. താരാട്ട് പാടാൻ അപ്പൻ്റെ കൈയില്ലെങ്കിലും, കൈ പിടിച്ച് നടത്താൻ ആരുമില്ലെങ്കിലും വലങ്കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ടോ? വലങ്കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ടോ? പ്രിയമുള്ളവരെ, എവിടെ വേണേലും നടത്താൻ അവൻ വിശ്വസ്തനാ. കരമെല്ലാം ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ് എൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ എത്ര പേർക്കത് കാണുന്നുണ്ട്? വലങ്കരം പിടിച്ചൊരു ദൈവത്തെ, വലങ്കരം പിടിച്ചിരിക്കുന്ന ദൈവത്തെ. ആ ദൈവത്തിൻ്റെ പേരാ സർവശക്തനായ ദൈവം. ഇസ്ഹാക്ക് ഈ അറിവ് യാക്കോബിന് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്ഹാക്ക് ഈ യാക്കോബിന് അറിവ് കൊടുത്തത്? ദൈവം അബ്രഹാമോട് പറയുന്നു, നിനക്ക് ഞാൻ സർവശക്തിയുള്ള ദൈവമായി 17 അധ്യായത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം 21 അധ്യായത്തിൽ ഉൽപ്പത്തി 21 അബ്രഹാമിന് ദൈവം ഇസ്ഹാക്കിനെ കൊടുക്കുന്നു. ഇസ്ഹാക്ക് 22 ഒരു യൗവനയുക്തനായ ചെറുപ്പക്കാരനായി, തീരെ കുഞ്ഞല്ല, യൗവനയുക്തനായ ചെറുപ്പക്കാരനായി. ആ ഇരിക്കുമ്പോഴാണ് ദൈവം 22 അബ്രഹാമോട് പറയുന്നു, നീ പുറപ്പെട്ട് ഞാൻ കാണിപ്പായിരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് നിന്റെ മകനെ എന്ത് കഴിക്കണം? യാഗം കഴിക്കണം. അബ്രഹാമിന് ചോദിക്കാൻ ആരുമില്ല, തമ്പുരാൻ്റെ പറഞ്ഞ കേൾക്കുക എന്നുള്ളത്. അബ്രഹാം ഇസ്ഹാക്കിനെയും കൊണ്ട് യാഗം കഴിക്കാൻ പോയി. അവിടെ ചെന്നപ്പം മലയുടെ മുകളിലേക്ക് കയറിപ്പോവുക. എൻ്റെ മനസ്സിൽ സങ്കടം അതൊന്നുമല്ല. ഈ അബ്രഹാം യാഗം കഴിക്കാൻ പോയപ്പോൾ എന്തെങ്കിലും ചിന്ത കാണുമോ? ഈ മോനെ കിട്ടുമെന്ന്? ഇല്ല. യാഗം കഴിക്കുമെന്ന് പറഞ്ഞാൽ എന്താ? യാഗം കഴിക്കാൻ. പ്രശ്നം അവിടെ ഒന്നും അല്ല. ആറ്റുനോറ്റിരുന്നൊരു കൊച്ച. ഈ കുഞ്ഞിനെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു കുഞ്ഞ, വയസ്സാങ്കാലത്ത് കിട്ടിയതാ. ഈ കുഞ്ഞില്ലാതെ എങ്ങനെ അബ്രഹാം തിരിച്ചു വരും? എങ്ങാണ് ഈ കുഞ്ഞ് പോയാ, ഈ കുഞ്ഞില്ലാതെ എങ്ങനെ വീട്ടിൽ വന്ന് കയറും? വീട്ടിൽ വന്ന് കയറിയ സാറായുടെ പ്രതികരണം എന്തായിരിക്കും?
കൊങ്ങായിക്ക് പിടിച്ച് ഞെക്കത്തില്ലേ, പറ എൻ്റെ കൊച്ചന്തിയെ, യാഗം കഴിച്ചു, എന്തോ ചെയ്യും? സമ്മതിക്കും, അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കില്ലേ? രാജൻ കൊലക്കേസിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. രാജൻ കൊലക്കേസ് പണ്ടത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ഉരുട്ടിക്കൊന്നൊരു കുഞ്ഞ്. വായിച്ചിട്ടുള്ള ഒരു സംഭവത്തിൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. കാലം കുറേ പോയിട്ടും രാജൻ്റെ അമ്മ ആ പ്രായമുള്ള പിള്ളേരെ കാണുമ്പോൾ അപ്പനെ പിടിച്ച് കുലുക്കും. അവൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും കെട്ടി. ഇവിടെ ഒരു മനുഷ്യന് ഒരു ബോധമില്ലായിരിക്കുക, ചെറുക്കനെ കെട്ടിക്കണ്ടേ. അമ്മയ്ക്ക് വിശ്വസിക്കാൻ വയ്യ, മോൻ മരിച്ചു പോയെന്ന്. ഈ സാറായുടെ അടുത്ത് അബ്രഹാം എങ്ങനെ തിരിച്ചു വരും? പക്ഷേ ഈ പാപത്തിന് അതൊന്നും ചിന്തിക്കാൻ നേരെയില്ല. ദൈവം പറഞ്ഞല്ലേ. അവിടെ ചെന്നു, പിടിച്ചു കിടത്തി, കത്തിയെടുത്തത് കുത്താനാ. അപ്പം തമ്പുരാൻ്റെ ഒരു വിളി, അബ്രാമേ അബ്രാമേ ബാലിൻ്റെ മേൽ കൈവക്ക. 2 വിളിയാ, അബ്രാമേ അബ്രാമേ. അത് ഇച്ചിരി പേടിപ്പിക്കുന്നൊരു വിളിയാ. നമ്മളിങ്ങനെ റോഡിൽ ഒരിടത്തോട്ട് പോവുക, കുഞ്ഞ് കൈവിട്ടു, ഒരു വണ്ടി വരുന്നു. വളരെ പൊളൈറ്റായിട്ട് മോനെ എന്ന് വിളിക്കോ? മോനെ യു ഹാവ് ടു ബി കെയർഫുൾ എന്ന് പറയോ? ഇല്ല. നമ്മളെത്ര വലിയ പുള്ളിയാണേലും അറബിദേശാന്നേലും കൊള്ളാം, ഒറ്റ കൊച്ചെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ഞെട്ടിക്കും, നാട്ടുകാരെ ഞെട്ടിക്കുക, എല്ലാവരും ഞെട്ടിക്കും. അമ്മാതല്ലേ? അമ്മാതാ. പക്ഷെ അബ്രഹാം കത്തിയെടുത്തപ്പോൾ സ്വർഗം പേടിച്ചു പോയി. സ്വർഗം ഒറ്റ വിളി, അബ്രാമേ അബ്രാമേ. 2 അബ്രഹാം കത്തിയെടുത്തത് എന്ത് ചെയ്യാനാ? കൊല്ലാനാ. ഈ കത്തിയെടുത്ത് കഴുത്തെ കുത്താനായിട്ട് എത്ര സെക്കൻഡ് എടുക്കും? സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്. അല്ലാതെ ആഞ്ഞും ആലോചിച്ചു ഒന്നുമല്ല. ഇങ്ങനെയാണെങ്കിൽ മുറിയത്തില്ല, ഒറ്റ കുത്ത. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്. കഴുത്തിനും കത്തിക്കും ഇടയിൽ ഒരത്ഭുതം നടക്കും. കഴുത്തിനും കത്തിക്കും ഇടയ്ക്കൊരു വിളി, കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക്. ബാലിൻ്റെ മേൽ എന്ത് ചെയ്യരുത്? ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കണ്ടു, കൊമ്പ് കാട്ടിക്കുരുങ്ങി ഒരു ആട്ടുപറ്റം കിടക്കുന്നു. ആ സ്ഥലത്തിന് പേരിട്ടു യഹോവ ഈരെ, കരുതുന്ന ദൈവ. കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തെ കണ്ടിട്ടുള്ളവര് ഒന്ന് കര ഉയർത്തി സ്തുതിച്ച്, കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച്. എത്ര മിനിറ്റ് ഉണ്ട്? എത്ര സെക്കൻഡ് ഉണ്ട്? there will be only split of seconds. എൻ്റെ ദൈവം കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് ഒരു അത്ഭുതം ചെയ്യും. കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക്. ആ ദൈവത്തിൻ്റെ പേരെന്താ? യഹോവ ഇരേ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് എന്ത് ചെയ്യും? ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് എന്തൊരു സെക്കൻഡ് ഉണ്ട്? യഹോവ ഇരേ. കാലം മുമ്പോട്ട് പോകുകയാ. യോസഫും കൂട്ടരും മിസ്രൈമിൽ പോകുന്നു. അവിടെ അടിമകളാകുന്നു, തിരിച്ചു വരുന്നു. ശൂർ മരുഭൂമിയിൽ കൂടെ പോവുകയാണ്. അവിടെ എത്തി. ഉൽപ്പത്തി പുസ്തകം 15, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം. അവിടെ എത്തിയപ്പോൾ ഒരു സ്ഥലത്തെത്തി. ആ വെള്ളം കയ്പായിരുന്നു, മാറയായിരുന്നു. എന്തോ ചെയ്യണം അറിയില്ല. വല്ലാതെ സങ്കടപ്പെട്ടു. 10-30 ലക്ഷം ജനമാ. ഈ ജനത്തിന് വെള്ളം കുടിക്കണ്ടേ? അവരെ മരുഭൂമിയിൽ കൂടെ 3 ദിവസമായിട്ട് കറങ്ങുക. എവിടാ? ശൂർ മരുഭൂമിയിലാ. അവർ ശൂർ മരുഭൂമി ചെന്ന് 3 ദിവസം വെള്ളം കിട്ടാതെ അലഞ്ഞു. പുറപ്പാട് പുസ്തകം 15:22 ശൂർ മരുഭൂമിയില്ല. ഇതിനൊരു കാരണമുണ്ട് കേട്ടോ. നമ്മൾ വായിച്ച ഉൽപ്പത്തി 16 ഗർഭിണിയായ ആഗറിനെ സാറ കാഠിന്യം കൊണ്ട് ഓടിച്ചത് ഏത് മരുഭൂമിയിലാണ്? ശൂർ മരുഭൂമി. ഒരു പെണ്ണിനെ ശൂർ മരുഭൂമി ഇറക്കി വിട്ടത് കൊണ്ട് കൊച്ചുമക്കൾ 30 ലക്ഷം 3 ദിവസം ഇതുവഴി നടന്നു. ശൂർ അളക്കുന്ന അളവിൽ എന്ത് ചെയ്യപ്പെടും? അളക്കപ്പെടും. അളക്കുന്ന അളവിൽ അളക്കപ്പെടും. ശൂർ മരുഭൂമി വന്നു. 3 ദിവസം വെള്ളം കിട്ടാതെ നടന്നു. അവസാനം അവർ വല്ലാതെ ഭാരപ്പെട്ടപ്പം തമ്പുരാൻ പറഞ്ഞു, ഒരു കമ്പ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ കമ്പ് വെട്ടിയിടാൻ പറഞ്ഞു. വെട്ടിയിട്ടപ്പോൾ ആ വെള്ളം എന്തായി? മധുരമായി. അവൻ ആ സ്ഥലത്തിന് പേരിട്ടു യഹോവ റാഫ, എന്നെ സൗഖ്യമാക്കുന്ന ദൈവം. എല്ലാവരും പറഞ്ഞേ, ഈ ദൈവത്തിൻ്റെ പേര് യഹോവ റാഫ, സൗഖ്യമാക്കുന്ന ദൈവം. കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൻ്റെ പേരെന്താ? യഹോവ ഇരേ. ആരും കാണാനില്ലാത്തപ്പം കാണുന്ന ദൈവത്തിൻ്റെ പേര് എൽ റോയി. പരിമിതികളിൽ അസാധ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പേര് എൽ ശദായി. എൻ്റെ പൊന്നും പ്രിയരെ, ഇവിടെ കാണുന്നു യഹോവ റാഫ, എന്നെ സൗഖ്യമാക്കും. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം.
ഞാൻ നിൽക്കുന്ന ന്യൂ ഇന്ത്യ ദൈവസഭ എന്ന പ്രസ്ഥാനത്തിലാണ്. ആ പ്രസ്ഥാനത്തിൽ വളരെ വർഷങ്ങളായിട്ട് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ, ഒരു നല്ല കാലം മുതൽ കൺവെൻഷനെല്ലാം ഫുഡ് കൊടുക്കുന്നത് ഞങ്ങളായിരുന്നു. അവിടെ പോയി നിന്ന് അധ്വാനിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ അപ്പായായിരുന്നു. അങ്ങനെ വർഷങ്ങൾ ഞങ്ങളുടെ ചർച്ചയിൽ നിന്നാണ് സാധനങ്ങളെല്ലാം ആയിട്ട് വലിയ ആഘോഷമാണ്. വർഷത്തിൽ ഒരിക്കൽ നമുക്ക് വലിയ സന്തോഷം. എല്ലാവരും കൂടെ പോയി അവിടെ ഇന്ന് കൺവെൻഷനെല്ലാം വെച്ച് ഫുഡെല്ലാം വെച്ച് ഒരു ഭയവും ആരവാരവും ബഹളവും ഒരു സന്തോഷമാണ്. 2017 അപ്പം മരിച്ചു. അപ്പം മരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഡാ നീ അത് ചെയ്യണം. ശരി, എനിക്കും സന്തോഷമായി, കാരണം എൻ്റെ അപ്പം ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ലേ. പക്ഷെ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ചെയ്യാൻ തുടങ്ങിയാൽ നല്ലതായിട്ട് ചെയ്യണം, ഒന്നും കുറയ്ക്കരുത്. അതുകൊണ്ട് ഞാനോർത്ത് അപ്പ ചെയ്തതല്ലേ, നല്ലപോലെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഒരു ചന്തയിൽ പോയി 3 പോത്തിനെ മേടിച്ചുകൊണ്ട് വന്നു. വലിയ പോത്ത്, ആന പോലത്തെ പോത്തിനെ മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ തന്നെ അതിനെ പിടിച്ച് ഞങ്ങളുടെ പാസ്റ്റർമാരെല്ലാം കൂടെ വെട്ടി. ഞങ്ങളുടെ പാസ്റ്റർമാരെ മിടുക്കൊരു പാസ്റ്റർമാരാണ്. എല്ലാവരും കൂടെ പിടിച്ച് കയറ്റി അങ്ങനെ രാത്രി ഇതിനെ ആറഞ്ഞ് തകർത്ത് ഇറച്ചിയെല്ലാം എടുത്ത് നുറുക്കി കൊണ്ടുപോയി വാരി വെച്ച് കപ്പ ബിരിയാണി കൊടുത്തു. ബോട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കുടല, അത് നല്ലപോലെ ഫ്രൈ ചെയ്താൽ ബോട്ടി ഫ്രൈ ആണ്. അതെല്ലാം വെച്ച് കൂട്ടത്ത് തകർത്ത് എല്ലാവരും കഴിപ്പിച്ചു. 3 പോത്തും ബാക്കിയെല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞ് കൊട്ടുത്തെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ എൻ്റെ കാലയിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നീര്. ആ നീരും എല്ലാം എൻ്റെ മുഖം. അപ്പോൾ എൻ്റെ കണ്ടിട്ട് ഒരാൾ പറഞ്ഞിട്ടാ നീ പോയി ബ്ലഡ് വർക്കൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ബ്ലഡ് വർക്ക് ചെയ്യാം, ബ്ലഡ് ചെക്കിനെല്ലാം പോയി. ബ്ലഡ് ചെക്കെല്ലാം ആയിട്ട് ഡോക്ടറെ മുമ്പിൽ ചെന്നിരുന്നപ്പോൾ ഈ ഡോക്ടറിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ നല്ല മനുഷ്യനാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ കുറച്ചാൾ ജീവിക്കണം, പക്ഷേ എനിക്ക് സങ്കടം ഉണ്ടെങ്കിലും പറഞ്ഞേ ഒക്കത്തുള്ളൂ, 7 വർഷം കൊണ്ട് നീ ചത്തുപോകും. ഈ മനുഷ്യൻ്റെ കണ്ണിൽ നോക്കി പറയുക, 7 വർഷം നിനക്ക് മാക്സിമം, നീ ചത്തുപോകും. നല്ല രസമല്ല കേൾക്കാൻ. 7 വർഷം നമുക്ക് പ്രത്യാശയൊക്കെ ഉണ്ട്, എന്നാലും ജീവിക്കാൻ ആഗ്രഹമില്ലേ? കള്ളം പറയല്ലേ. ഞാൻ സ്വർഗത്തിൽ പോകുന്ന സന്തോഷം. എന്നാൽ ജീവിതം യേശുവിനോടൊപ്പം ഇവിടെ നടക്കുന്നതും മോശമാണോ? അല്ലേ നമ്മൾ യേശുവിനോടൊപ്പം ഇവിടെ നടക്കുന്ന മോശമാണ്. പറഞ്ഞ 7 വർഷം കൊണ്ട് എനിക്കങ്ങ് ചിരി വരികയാണ്, പക്ഷെ പേടിയും വന്നു, എന്നാൽ സങ്കടവും വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ഒരു 30 വർഷം ജീവിപ്പിക്കാം, പക്ഷേ ഞാൻ പറയുന്ന ഒന്നും നീ കഴിക്കരുത്. ഇറച്ചി, മുട്ട, മീൻ, അത് ഇത് ഒത്തിരി കാര്യം പറയും. ഞാൻ കഴിക്കാം, ചുണ്ടയ്ക്ക, വഴുതനങ്ങ, വെണ്ടയ്ക്ക, കുറേ ലിസ്റ്റ് കയറി. ഇതെല്ലാം ഞാൻ കേട്ടോ. എന്നോട് പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോ, ഉപദേശിമാർ പ്രസംഗിക്കത്തേ ഉള്ളൂ, പറഞ്ഞാൽ കേൾക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ കേട്ടാൽ നിനക്ക് ജീവിക്കാം, ഇല്ല നീ ചത്തുപോകും. പുള്ളി വളരെ കർശനായിട്ട് എനിക്കങ്ങനെ സങ്കടമോ ദുഃഖമോ ഒക്കെ വന്നു. ഞാനന്നേരം ഒരു ജീപ്പില്ല, ഞാൻ എൻ്റെ ജീപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു സൈഡിൽ ഒരു കണ്ടത്തിൻ്റെ അടക്കം കണ്ട് അവിടോട്ട് കൊണ്ട് ഒതുക്കിയിട്ടിട്ട് തമ്പുരാണ്ട് പറഞ്ഞ, കർത്താവേ 3 പോത്തിനെ ഞാൻ വെട്ടിക്കൊടുന്ന് കഴിപ്പിച്ചിട്ട് വരിക, ഇനി അതിൻ്റെ കടം വീടനെ ഞാൻ 1 വർഷം കൺവെൻഷൻ പ്രസംഗിക്കണം. നമ്മൾ 1 വർഷം കൺവെൻഷൻ പ്രസംഗിച്ചാലേ എൻ്റെ കടം തീരത്തുള്ളൂ. ആ 3 പോത്തിനെ വെട്ടി കഴിപ്പിച്ച് എന്നോടാണ് പറഞ്ഞത്, കഴിക്കരുത്. എനിക്ക് കഴിക്കണ്ടേ, എന്നാലും ഒരു എത്തിക്സ് വേണ്ടേ കർത്താവേ. നമ്മളീ അമ്മായി എല്ലാത്തിനും ഒരു ന്യായം വേണ്ടേ? പിന്നെ ന്യായമല്ലേ ദൈവം, നമ്മൾ ന്യായം പറയണ്ടേ? മോശമല്ലേ കർത്താവ് കാണിച്ചത്? എന്നോടല്ലേ പറഞ്ഞത്? എന്നോട് ഞാൻ കുറേ സങ്കടമൊക്കെ പറഞ്ഞു. സങ്കടം എല്ലാം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് നീ ഇത്രയൊക്കെ ഡയറ്റ് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ബ്ലഡ് വർക്ക് റിപ്പീറ്റ് ചെയ്യണമെന്ന്. ശരി, ഞാൻ വീട്ടിൽ വന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അപ്പോയിൻമെൻ്റ് ഉണ്ട്, രാവിലെ പോയി നോക്കണം. തലേദിവസം കിടക്കുമ്പോൾ ഒരു വിഷമം വരുമോ? ഉള്ള പറ, വരുമോ? പിന്നെ ഒരു രാവിലെ ഷുഗർ നോക്കണേ പോലും തലേദിവസം എന്ത് ഡീസൻ്റ് ആകും. എന്നിട്ട് പറയും ഐ ആം ഓക്കേ. ആ ഓക്കേയുടെ മണ്ടയിൽ പുള്ളി ഉള്ളതെല്ലാം കഴിക്കുകയും ചെയ്യും. നോക്കുന്നതിൻ്റെ അന്ന് ഭയങ്കര ഡീസൻ്റ് അല്ലേ? ഇച്ചിരി കൂടുതൽ നോക്കി അന്ന് രാവിലെ ഭാര്യ കുത്താൻ വരട്ടെ, ഇന്ന് നോക്കണ്ട, കാരണം അറിയാം ഇന്ന് നോക്കിയ സംഭവം. അതുകൊണ്ട് അന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടന്നു. എനിക്ക് നല്ല സങ്കടമല്ല, എന്നാലും ഞാൻ തമ്പുരാനോട് എപ്പോഴും പറയുന്നുണ്ട്, എന്നോടാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് സങ്കടമാണ് കേട്ടോ, മോശ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങി. 4 മണിയായപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നമാണോ ദർശനമാണോ, ബട്ട് ഐ കുഡ് ഫീൽ ദാറ്റ്. ബോംബെയിൽ ഒരു തങ്കച്ചാനുണ്ട്. തങ്കച്ചാൻ ഇങ്ങനെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, താടി വളർത്തിയൊരു അപ്പച്ചനാണ്. ഈ അപ്പച്ചനെ ഞാൻ കുറേ നാൾക്ക് മുമ്പ് മുംബൈ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പ്രിൻസ് മോനെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇത്ര വർഷമായിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ വല്ലപ്പോഴും ഒക്കെ വിളിക്കും. പുള്ളിക്ക് രോഗശാന്തി ശുശ്രൂഷയുണ്ട്.
ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ പുള്ളി എണ്ണ പൂശി പ്രാർത്ഥിക്കും. തന്നെ താമസിക്കുന്ന ഒരു ഭക്തനായ സന്യാസിയായ ഒരു മനുഷ്യൻ, സന്യാസി പോലെ ജീവി. അപ്പം ഞാനൊരു സ്വപ്നം കാണുകയാണേ. എൻ്റെ മിസ്റ്ററി എനിക്കറിയത്തില്ല. ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഒരു സ്റ്റൂൾ എടുത്ത് എൻ്റെ കട്ടിലിൻ്റെ അടുത്തിരുന്നിട്ട് ഒരു ഇച്ചിരി എണ്ണ എടുത്തിട്ട് ഉച്ച മുതൽ ഉള്ളംകാല് വരെ തൂത്തു. എന്നിട്ട് പറഞ്ഞു, മക്കൾ ധൈര്യമായിട്ടിരിക്കടാ, എൻ്റെ മോനൊന്നും പേടിക്കണ്ട, അച്ഛൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മക്കൾ ഓക്കെയാടാ. പുള്ളി ഇത് ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നമല്ലേ? സ്വപ്ന. ഞാൻ പോയി. ഞാൻ ഈ ഹോസ്പിറ്റലിലോട്ട് കയറാൻ നേരത്ത് ഈ അച്ചാനെ വിളിച്ചു. അന്നേരം ഞാൻ ഓർത്ത് ചെയ്യുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടില്ല. അച്ചാനോടൊന്ന് പറഞ്ഞേക്കാം. അച്ചായ ആരാ? പ്രിൻസാ റാന്നിന്നാ? ആണോ? പ്രിൻസാണോ? 4 മണിക്ക് ഞാൻ നിൻ്റെ മുറി വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. എൻ്റെ പൊന്നെ, ഇനി എന്നോട് തിയോളജി ഒന്നും ചോദിക്കരുത്. ലൈവ് പോവുകയാണെങ്കിൽ എന്നെ വഴക്കുണ്ടാക്കരുത്. ദിസ് ഈസ് മിയർ മൈ എക്സ്പീരിയൻസ്. 4 മണിക്ക് ഞാൻ മുറി വന്നടാ, പ്രാർത്ഥിച്ചു, മക്കൾ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് എനിക്കത് ഒന്ന് പുള്ളി അവിടെ നിന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പം പുള്ളിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് തോന്നിക്കാണും. ഏതായാലും പുള്ളി പ്രാർത്ഥിച്ചപ്പം പുള്ളിയുടെ രൂപത്തിൽ ദൂതം വന്നാണോന്ന് എനിക്കറിയില്ല. ബ്ലഡെല്ലാം ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്. അപ്പം ഞാൻ ചോദിച്ചു, കഴിക്കാമോ? കഴിച്ചു, വണ്ണം കൂട്ടരുത്, മിനിമത്തിലേ കഴിക്കാവൂ. കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്തോണം? കഴിച്ചോണം. എനിക്കൊരു കർത്താവിനെ അറിയാം, യഹോവ റാഫ. അവൻ നിന്നെ എന്ത് ചെയ്യും? സൗഖ്യമാക്കും. അപ്പം കണ്ണടച്ച് എല്ലാവരും ഒന്ന് പറഞ്ഞേ, യഹോവയുടെ നാമം 3-4 പേര് പറഞ്ഞു. 1 എൽ റോയ്, എന്നെ കാണും ദൈവം. 2 എൽ ശദായി, അമ്മ പോയപ്പോഴും കരം പിടിച്ചൊരു ദൈവം. താരാട്ട് പാട്ടാൻ അമ്മയില്ലെങ്കിലും മാറോട് ചേർക്കാൻ അമ്മയുടെ കരയില്ലെങ്കിലും വലങ്കരം പിടിക്കുന്ന ഒരു കരമുണ്ട്, എൽ ശദായി. വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. രാജാക്കന്മാർ വരും എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ വരും. ബെന്യാമീൻ ഗോത്രത്തിൽ. 3 കഴുത്തിനും കത്തിക്കുമിടയിൽ അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ട്, പേര് യഹോവ ഈരെ. 4 എന്നെ സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്, പേര് യഹോവ റാഫ, എന്നെ സൗഖ്യമാക്കും. ഈ ദൈവം എൻ്റെ ദൈവം. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇതിനെല്ലാം കൂടെ ഒരു പേരുണ്ട്. ഈ ദൈവം എൻ്റെ അബ്ബായ, ഈ ദൈവം എൻ്റെ അബ്ബായ, ഈ ദൈവം എൻ്റെ അബ്ബായ, ഈ ദൈവം എൻ്റെ അബ്ബായ. ഞങ്ങളുടെ റാന്നി ചർച്ചിൽ വരുന്നൊരു സഹോദരനുണ്ട്, കെനിയക്കാരനാണ്, ഫെലിക്സ് എന്നാണ് പേര്. ഈ കെനിയൻ സഹോദരന് നാട്ടിൽ പഠിക്കാൻ വന്നാണ്. ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായി. ശക്തനായൊരു സുവിശേഷകനാണ്, ഭയങ്കര പവർഫുള്ളാണ് പുള്ളിയുടെ മെസ്സേജ്. ചെറുപ്പക്കാരൻ. ഇപ്പോൾ പുള്ളി മാരീഡായി, 2 കുട്ടികളാകുന്നു. ഒരു വട്ടം പുള്ളിക്ക് ഞാൻ പുള്ളിയുടെ പ്രസംഗങ്ങൾ ഭയങ്കര എഫക്റ്റീവാണ്. ഞാനാണ് പലപ്പോഴും പുള്ളിക്ക് പരിഭാഷപ്പെടുത്തത്. കേട്ടിരിക്കാൻ രസമാണ്. മണിക്കൂറുകൾ നിൽക്കും, മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട് എല്ലാവർക്കും വലിയ ആദരവാണ്. പുള്ളി പ്രസംഗിക്കുന്നു, ഞാൻ പരിഭാഷപ്പെടുത്തും. പുള്ളി പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞു, എന്നോട് നിങ്ങൾ ഭയങ്കര റെസ്പെക്റ്റാണ്, പക്ഷേ എൻ്റെ ചരിത്രം അറിഞ്ഞാൽ അതുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് എൻ്റെ അപ്പൻ ആരാന്നറിയാതെ ജനിച്ചതാണ്. എൻ്റെ അപ്പൻ എനിക്ക് ആരാന്നറിയില്ല. അമ്മയ്ക്ക് ആരോ എന്നെ സമ്മാനിച്ചു. അതുകൊണ്ട് തന്നെ അപ്പൻ ആരെന്നറിയാതെ ഞാൻ വളർന്നു. അപ്പനല്ലാത്ത എനിക്ക് സ്കൂളിൽ കൊണ്ടാക്കാൻ ആരുമില്ല, ഫീസ് അടയ്ക്കാൻ ആരുമില്ല, ഉടുപ്പ് മേടിച്ചു തരാൻ ആരുമില്ല. അമ്മ ഒത്തിരി കഷ്ടപ്പെടുത്ത വളർത്തി. പക്ഷെ 9th പഠിക്കുമ്പം യേശുവിനെ കണ്ടു. അന്ന് താൻ്റെ തീരുമാനിച്ചു, ഇനി അമ്മയെ കഷ്ടപ്പെടുത്തില്ല, ഒരു കാര്യം അമ്മയോട് ചോദിക്കില്ല, എല്ലാം കർത്താവിനോട് ചോദിക്കും. അങ്ങനെ താൻ പഠിച്ചു, വലുതായി, ഇന്ത്യയിൽ വന്നു, മാസ്റ്റേഴ്സ് എടുത്തു. ശക്തനായൊരു സുവിശേഷകനാണ്. അദ്ദേഹം സാക്ഷ്യം തുടരുകയാണ്. അടുത്തിടയ്ക്ക് അദ്ദേഹം നല്ല ചെറുപ്പക്കാരനായി, ആരോഗ്യവാനായി. സ്വന്തം അപ്പനെ കണ്ടു. ജന്മം കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാത്ത അപ്പനെ കണ്ടു. അപ്പനെ കണ്ടപ്പോൾ അപ്പനോർത്തു, ഈ ബലിഷ്ഠവാനായ ചെറുപ്പക്കാരൻ തൻ്റെ കഴുത്ത് ഞെരിക്കും. പക്ഷേ മോനത് ചെയ്തില്ല. മോനെ അപ്പനെ വിളിച്ചുകൊണ്ട് നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി, നിറച്ച് ബൊഫേ മേടിച്ചു കൊടുത്തു, ഏറ്റവും ടേസ്റ്റി ഫുഡ്. അപ്പനെ ഇരുത്തി കഴിപ്പിച്ചു. അത് കഴിഞ്ഞൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടുപോയി നല്ല ഷർട്ടും പാൻറ്റും എല്ലാം മേടിച്ചു കൊടുത്തു. അപ്പൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ചെയ്യുക? നീ എന്നെ ഉപദ്രവിക്കുക?
നീ എന്നെ അടിക്ക്, നീ എന്നെ ഇങ്ങനെ ചെയ്യുന്നേ. അവൻ പറഞ്ഞ, അപ്പാ എനിക്ക് അപ്പനാരെന്ന് അറിയില്ലായിരുന്നു. എന്നെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ കൊണ്ടാക്കാൻ ആരുമില്ല, ഫീസ് അടയ്ക്കാൻ ആരുമില്ല. അതുകൊണ്ട് പലപ്പോഴും വരാന്തെ നിൽക്കേണ്ടി വന്നു. ഉടുപ്പും ട്രൗസറും മേടിച്ച് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കളിയാക്കപ്പെട്ടു. അപ്പനില്ലാതെ വളർന്നു. പക്ഷെ എനിക്ക് അപ്പനോട് സ്നേഹമുള്ളൂ. കാരണം അപ്പൻ നിഷേധിക്കപ്പെട്ട മുഴുവൻ സ്നേഹം തന്നൊരപ്പൻ എനിക്കുണ്ട്. ഈ അപ്പനെ ഇങ്ങനെ മനസ്സിലാക്കാൻ ഒത്തത് എനിക്ക് ഈ അപ്പൻ സ്നേഹം നിഷേധിച്ചത് കൊണ്ട്. അതുകൊണ്ട് എനിക്ക് അപ്പനോട് പിണക്കില്ല. അപ്പനെക്കാട്ടി നല്ലൊരു അപ്പനെ എനിക്ക് കിട്ടി. ആ അപ്പൻ്റെ പേര് അവർ ഹെവൻലി അബ്ബ. ഇതെല്ലാമായ ദൈവം നമ്മുടെ അബ്ബായ. ഇതെല്ലാമായ ദൈവം എൻ്റെ അബ്ബായ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് സമയഭേദം കൂടെ നടത്തിയെന്ന് അബാന്ന് വിളിക്കുവാൻ. അരാമിക്കലിൻ്റെ അർത്ഥം അബ്ബാന്ന. അബ്ബ. ഈ ദൈവം എൻ്റെ പിതാവാണ്. ദൈവസന്ധി എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ലില്ല, അസാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ. എന്താനന്ദം. റാഫ യഹോവ, ഹാലലുയ. എൽ റോയി, റാഫ, എൽ ശദ്ധായി, സർവശക്തൻ, എൽ എലോഹീം, ഹാലലുയ. എല്ലാവരും ദൈവത്തെ ഇന്ന് സ്തുതിച്ചാട്ട്. കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം, കഴുത്തിനും കത്തിക്കുമിടയ്ക്ക് അത്ഭുതം ചെയ്യുന്ന ദൈവം, ആരും കാണാനില്ലാത്തവനെ ഇന്നും പകലിലും കാണുന്ന ഒരു ദൈവം, ആൾക്കൂട്ടത്തിനിടയിൽ ആ കുരുടൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ ദൈവം. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചപ്പോൾ ഒരൊറ്റ മനുഷ്യൻ കേൾക്കാത്തില്ല ആൾക്കൂട്ടത്തിൽ ആ ശബ്ദത്തെ. പക്ഷെ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ പേരാണ് എൽ റോയി, എന്നെ കാണുന്ന ദൈവം. ഏത് പുരുഷാരത്തിനിടയ്ക്കും അവൻ്റെ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞ് ആരും കാണാനില്ലാത്തവനെ കാണുന്ന ദൈവത്തിൻ്റെ പേര് എൽ റോയി. ഇന്ന് പകലിൽ ചിലർക്ക് വേണ്ടി കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് പോലെ ഞെരുങ്ങി കഴിയുന്ന ചിലർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന യഹോവ ഈരെ ഇവിടെ വന്നിട്ടുണ്ട്. സൗഖ്യമാക്കുന്ന യഹോവ റാഫ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കാണുന്ന എൽ റോയി ഇവിടെ വന്നിട്ടുണ്ട്. പരിമിതികൾക്കപ്പുറം പ്രവർത്തിക്കുന്ന സർവശക്തനായ എൽ ശദ്ധായി നമ്മുടെ നടുവിലൂടെ എഴുന്നള്ളുന്നുണ്ട്. ഈ ദൈവം എൻ്റെ പിതാവാ. കുഞ്ഞെ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് ചോദിക്കും മുമ്പ് നമ്മുടെ ആവശ്യം ഇന്നതെന്ന് അറിയുന്ന ആ അബ്ബ നമ്മുടെ നടുവിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശുദ്ധ ദിവസത്തില് ഹൃദയം നിറഞ്ഞ് കർത്താവിനെ വിളിച്ചേ, അബ്ബായേ, എൻ്റെ അബ്ബായേ, എൻ്റെ അബ്ബായേ. ഹി ഈസ് മൈ അബ്ബ. അവൻ എൻ്റെ പിതാവാ. ഹല്ലേലൂയ. റഖന ഹദന റിക ലഗദന. യഹോവയുടെ നാമം ബലമുള്ള ഗോപുര. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. കരങ്ങളെ തട്ടി ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ച് അർക്കം ദഗനം ഋഗനം ശകനം ദിഗനം രാജം വൈഡം ധേരം ധേരം റീകം ധാരം ധേരം അർക്കധാര ശകനം ധാരം ധേരം ഘടകം ദിഗനം രഗജം രഗജം ധാരം ധേരം 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 അർക്കധാരം ശകനം ദിഗനം രഗജം രാജം വൈഡം ധേരം ധേരം ധേരം. സ്തുതിച്ച് ആരാധിച്ചേ, കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ധാരം ധേരം ധേരം ശകനം ദിഗനം രഗജം ധാരം ധേരം ഭാരം വൈഡം ധാരം രഗജം ദിഗനം രഗനം ധാരം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ല, അസാധ്യമായി ഒന്നുമില്ല. ഈ ദൈവം എൻ്റെ പിതാവ്.